ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യമായി ഒരു പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടായി വരുമ്പോൾ ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ നേന്ത്രപ്പഴം പുഴുങ്ങി അത് മിക്സിയിൽ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കൈവിടാതെ ഇത് ഒരു 4 മിനിറ്റോളം നമ്മൾ ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് വരട്ടി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വരട്ടുമ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കൈവിടാതെ ഇളക്കി കൊടുക്കാൻ. കണ്ടില്ലേ, ഇപ്പോൾ ഇത് നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാകുന്നത് പാനിൽ നിന്ന് നല്ലപോലെ വിട്ട് വന്നിരിക്കും. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ബലം ശർക്കര 4 സ്പൂൺ വെള്ളത്തിൽ ഒന്ന് പാനിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഈ മിക്സിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം ഒരു സെറ്റ് ഒഴിച്ചു കൊടുത്ത് പിന്നീട് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വരട്ടി പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പോട് കൂടിയിട്ട് നമ്മൾ എല്ലാ ശർക്കരപ്പാനിയും ഇതിൽ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ പാനിയൊക്കെ ആ പഴത്തിലേക്ക് പിടിച്ച് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കാണ്ട്. ആദ്യമായി ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സ്പൂൺ പഞ്ചസാരയിലേക്ക് 1 കഷ്ണം ചുക്കും കുറച്ച് നല്ല ജീരകവും 3 ഏലക്കായും കൂടി ചേർത്ത് മിക്സിയിൽ നല്ലപോലെ പൊടിച്ചത് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് നല്ലപോലെ വരട്ടിയെടുക്കാം. പിന്നീട് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ലപോലെ ഈ മിക്സിയിലേക്ക് ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് വറുത്ത പൊടിയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 കപ്പോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പഴത്തിനേക്കാളും ഒട്ടും കൂടുതലാവാൻ പാടില്ല അരിപ്പൊടി നമ്മൾ എടുക്കുന്നത്. ഈ അരിപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പൊടി ആയാലും ചേർത്താൽ മതി. ഏത് ചേർത്താലും നമുക്ക് പഴത്തിനേക്കാൾ കൂടുതൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല. പിന്നീട് അത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇഡ്ഡലി തട്ടിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി നമ്മുടെ മിക്സ് ഇതിലേക്ക് പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം അത് ഇലയിൽ ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് തേങ്ങ ചെറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിത് വേവിക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് ആവിവെള്ളം വീഴാതിരിക്കാനും പിന്നെ ഒരു വാഴയിലയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് ഒരു കഷ്ണം വാഴയില മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ അട വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊന്ന് മാറ്റി വെന്തോന്ന് നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കാം. ഇപ്പോൾ ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. കണ്ടില്ലേ, വളരെ സോഫ്റ്റായിട്ട് ഉള്ളൊരു അടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.